ഗരുഡ് ഭാരത് നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ KG ജ്യോതിർഘോഷ് സാറാണ്. സാർ സ്വാഗതം. നമസ്കാരം. സാർ, പിണറായി വിജയൻ സർക്കാരിന്റെ അഭിമാന പദ്ധതിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതാണ് സിൽവർ ലൈൻ അഥവാ കെ-റെയിൽ പ്രൊജക്ട്. അതിനെതിരെ വലിയ ആക്ഷേപം ഉണ്ടായിരുന്നു. അത് പരിസ്ഥിതിക്ക് വലിയ ആഘാതം ഉണ്ടാക്കുന്നതാണ്, സാമ്പത്തികമായി അത് വയബിൾ അല്ല എന്ന് ചില ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും അതിന്റെ അനുമതി നേടുന്ന ഘട്ടം പോലും കടക്കാൻ സാധിച്ചില്ല. അത് തത്വത്തിൽ അത് LDF തന്നെ ഉപേക്ഷിച്ചു എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇപ്പൊ UDF സർക്കാർ വന്നപ്പോഴും കെ-റെയിൽ അത് ആ പദ്ധതി തന്നെ ഉപേക്ഷിച്ച് അതിന്റെ മഞ്ഞക്കുറ്റികൾ, സർവേ കല്ലുകളെല്ലാം നീക്കം ചെയ്യാനുള്ള ഉത്തരവിട്ടു. ഇപ്പൊ ഇവിടെ ചോദ്യം ഉദിക്കുന്നത്, ഇത്തരം ഒരു പദ്ധതി അത് വാസ്തവത്തിൽ കേരളത്തിന് ആവശ്യമുള്ളതല്ലേ? കെ-റെയിൽ അല്ലെങ്കിൽ അതിന്റെ ബദൽ എന്താണ്? പിന്നെ ഇത്തരത്തിലൊരു പദ്ധതി LDF ഒരു ഭാവനാശൂന്യമായി നടപ്പിലാക്കിയതിന്റെ പിന്നിൽ ഈ പറയുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ആക്ഷേപം, വലിയ രീതിയിലുള്ള റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പുകൾ അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നുള്ള ആക്ഷേപം കൂടി ഇപ്പൊ ബലപ്പെടുന്നുണ്ടോ? ഇതിനകത്ത് പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ പദ്ധതി വളരെ അശാസ്ത്രീയമായിട്ട് തയ്യാറാക്കപ്പെട്ടതാണ് പല രീതിയിൽ. ഇപ്പൊ തന്നെ ഏതൊരു പദ്ധതി തയ്യാറാക്കണമെങ്കിൽ തന്നെയും ഒരു ചെറിയ പദ്ധതി ആണെങ്കിൽ പോലും നമുക്കൊരു രൂപരേഖ വേണമെന്നുണ്ട്. എങ്ങനെയാണ് ആ പദ്ധതി നടപ്പിലാക്കുക, എത്ര റുപ്യ ചെലവായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫണ്ട് കണ്ടെത്തുക, അതോടൊപ്പം തന്നെ ഏത് വിദ്യയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് അതിന്റെ വരുമാനം, ആൾക്കാർ കൊണ്ടുവന്ന കൂടി ഈ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു സംഗതി എല്ലാത്തിലും ചെയ്യേണ്ടി വരും. പിന്നെ ഇത്ര ഒരു പദ്ധതി ആകുമ്പോഴത്തേക്ക് വളരെ വിശദമായിട്ട് കേരളം എന്ന് പറയുന്നത് ഒരു പക്ഷേങ്കിൽ ഭൂമിയിൽ ഒരിടത്തും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഈ പാരിസ്ഥിതിക പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഒരു ഭരണാധികാരികളോ അല്ലെങ്കിൽ ഗവൺമെന്റോ അല്ലെങ്കിൽ പരിസ്ഥിതി സ്നേഹികളോ പരിസ്ഥിതി സംഘടനകളോ പരിസ്ഥിതി വിഭാഗമോ ഡിപ്പാർട്ട്മെന്റോ ഒന്നും തന്നെ അത് പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാല് കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ പിന്നെ ശീതവും ഉഷ്ണവും രണ്ടും സമമായിട്ട് നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ്. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് വളരെ അപൂർവമാണ് ലോകത്ത്. കാരണം എന്ന് വെച്ചാല് അപ്പൊ ഒരു സമ അവസ്ഥയിൽ നിൽക്കുക. അതുകൊണ്ടാണ് നമുക്ക് കേരളത്തില് ഇപ്പൊ ഉൾപ്പെടാതെ ജീവിച്ച മനുഷ്യരുണ്ട്, ഇപ്പോഴും ഉൾപ്പെടാതെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ഈ ചെറിയ നാരായണൻ നമ്പൂരി എന്ന് പറയുന്ന മഹാഭിഷഗ്വരൻ, അദ്ദേഹം മരിച്ചുപോയി അടുത്ത കാലത്ത്. അദ്ദേഹം ഒന്നും ഉൾപ്പെട്ടിട്ടേ ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് ക്ലൈമറ്റ് ഒരു വലിയ ഭീഷണിയല്ല. ചൂട് കൂടിയാലും കുറച്ച് ചൂട് കൂടും, തണുപ്പാണെങ്കിലും കുറച്ച് തണുപ്പൊന്ന് പുതച്ചു കിടക്കണം, ഇത്രേ ഉള്ളൂ. പക്ഷെ പകലൊന്നും വേറെ അവസ്ഥ. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തിന്റെ ഈ വളരെ വിചിത്രമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വൈശിഷ്ട്യമാർന്ന ഒരു പ്രകൃതിയെ കാണിക്കുന്നത്. അപ്പൊ ആ പ്രകൃതിയിൽ നമ്മൾ ഇടപെടുമ്പോഴത്തേക്ക് വളരെ ശ്രദ്ധിക്കണം. അത് ഇതുവരെ ശ്രദ്ധിക്കാത്തതിന്റെ ദുരന്തങ്ങളാണ് നമ്മൾ പല രീതിയിൽ ഓരോ കാലവർഷത്തിലും വേനലിലും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ അതിനെ തീരെ അവഗണിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് കെ-റെയിൽ പദ്ധതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ നടുവിൽ ഒരു മതിൽ കെട്ടുന്നത് പോലെ, അതായത് ഒഴുകി വരുന്ന വെള്ളത്തിന്റെ നടുക്ക്. കേരളം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഇവിടെ കാണുന്ന, നമ്മൾ കോയമ്പത്തൂർ കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണുന്നത് വരണ്ട് കിടക്കുന്ന സ്ഥലമാണ്. മറിച്ച് കോയമ്പത്തൂരിൽ നിന്ന് വരുമ്പോൾ നമ്മൾ പാലക്കാട്ടേക്ക് കയറി കിടക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് പച്ചപ്പുള്ള പ്രദേശമാണ്. അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഈ പ്രദേശം എന്ന് പറഞ്ഞാല് സഹ്യപർവ്വതത്തിന്റെ ഒരു എക്സ്റ്റൻഷനാണ്, ഒരു തുടർച്ചയാണ്. നമ്മളിപ്പോ പുറത്തേക്ക് ഇറങ്ങി കാണുന്ന ഒരു പച്ചപ്പ് പോലും സഹ്യപർവ്വതമായിട്ടുള്ള ബന്ധമാണ് ഈ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ചരിഞ്ഞു കിടക്കുന്ന പടിഞ്ഞാറേക്ക് ഒഴുകി 44 നദികളും പടിഞ്ഞാറേക്ക് ഒഴുകി പോകുന്ന ഒരു പ്രദേശമാണ് നമ്മളുടെ. അപ്പൊ അതിന്റെ നടുവില് ഒരു വലിയ മതിൽ കെട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു ദുരന്തത്തെ കുറിച്ച് ആലോചിച്ച് നോക്കുക. മഴ പെയ്യുമ്പോൾ, വിശേഷം അതിവൃഷ്ടിയുടെയൊക്കെ കാലമാണ് ഇപ്പം. ക്ലൈമറ്റ് ഒക്കെ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ രീതിയിൽ തന്നെ പ്രാഥമികമായിട്ട് തന്നെ അത് അപ്രായോഗികമായ ഒരു പദ്ധതിയായിരുന്നു. അതിന്റെ 64,000-65,000 കോടി രൂപയാണ് എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത്. DPR തയ്യാറാക്കിയിരുന്നില്ല. അതായത് ഒരു ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് അത് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് സാങ്കേതികമായ പിഴവ് കൊണ്ടും മറ്റ് ഒരുപാട് കാരണങ്ങൾ കൊണ്ടും ഒക്കെയാണ് അത് കേന്ദ്രത്തിന്റെ അനുമതി കിട്ടാതെ പോയതും അത് അലസിപ്പോയതും. പിന്നെ അമിത വേഗത അല്ലെങ്കിൽ അത്യാഗ്രഹം കാണിച്ചെന്നുള്ളതാണ്. ഈ കേരളത്തിൽ വികസനം എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാമെന്നുള്ള ഒരു പൊതു അന്തരീക്ഷം കേരളത്തിൽ നിലനിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഏതൊരു ഗവൺമെന്റും വളരെ പ്രോഗ്രസീവ് ആണെങ്കിൽ വികസനം കൊണ്ടുവരണം. അപ്പൊ അതിന് ഈ പറഞ്ഞതുപോലെ ഒരു ഹൈസ്പീഡ് റെയിൽവേ കൊണ്ടുവരിക ഒരു സ്വപ്നത്തിനെ നമ്മൾ വിൽക്കുന്നത് പോലെയാണ്.
അപ്പൊ അങ്ങനെയാണ് ഈ കെയറെയിലിനെയും ഇവർ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് നേരത്തെ തന്നെ ഈ ശ്രീധരനൊക്കെ അദ്ദേഹത്തിന്റെയൊക്കെ ഈ എക്സ്പീരിയൻസ് നമ്മൾ കണക്കിലെടുക്കണം. കാര്യം നമ്മളാരും കാണുന്നത് പോലെയല്ല ഈ ശ്രീധരൻ ഒരു സംഗതി കാണുന്നത്. കാരണം അദ്ദേഹത്തിന്റെ കാഴ്ച വളരെ ഡിഫറെന്റ് ആണ്. കാരണം ഈ ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ അല്ലെങ്കിൽ ഒരു ഒരു ഭൂതലത്തെ തന്നെ മാറ്റിമറിച്ച ഒരു മനുഷ്യനാണ് ഈ റെയിൽ പദ്ധതിയിലൂടെ. ഇന്നിപ്പോ ഇന്ത്യയിൽ എവിടെ നോക്കിയാലും നമുക്ക് ഈ മറ്റേ മെട്രോ റെയിലും ഒക്കെ കാണാൻ കഴിയും. അപ്പോ അദ്ദേഹത്തിന്റെയൊക്കെ വാക്കുകൾ ശരിക്കും പരിഗണിക്കേണ്ടതായിരുന്നു. അത് പരിഗണിക്കാതെ അദ്ദേഹം തുടക്കത്തിലേ പറഞ്ഞത് അപ്രായോഗികമാണെന്ന് പറഞ്ഞു. മാത്രമല്ല പ്രായോഗികമായ പദ്ധതി ഉണ്ടെന്നും പറഞ്ഞു. അപ്പൊ നമുക്കിങ്ങനെ എപ്പോഴും നമുക്കൊരു ഗതാഗത സൗകര്യം എന്ന് പറഞ്ഞാൽ വളരെ ആവശ്യമാണ്. ഇപ്പൊ കാസർഗോഡുള്ളവർക്കുള്ള അവരുടെ ഒരു അവസരം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുകാരുടെ അവസരം എന്ന് പറയുന്നത് തുല്യമായിരിക്കും. അങ്ങനെ ആകുമ്പോഴാണ് എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റ് നോക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ ഗതാഗതത്തിന്റെ ഒരു സൊസൈറ്റിയിൽ അതല്ലെങ്കിൽ ഒരു സാമൂഹികമായ ഒരു ആവശ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ആവശ്യമാണ്. അപ്പൊ അതിനനുസൃതമായിട്ടുള്ള നമ്മുടെ കേരളത്തിന്റെ പ്രകൃതിക്ക് വെള്ളത്തിന്റെ തടസ്സമില്ലാതെ ഈ പറഞ്ഞതുപോലെ പാരിസ്ഥിതിക നാശമില്ലാതെ നിലവിലുള്ള റെയിൽവേ ലൈനിനോട് സമാന്തരമായിട്ട് പോകാൻ പറ്റുകയോ അല്ലെങ്കിൽ ചെറിയ വ്യതിയാനങ്ങൾ വരുത്തി കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ, കാരണം കേരളത്തിൽ ലാൻഡ് ഒരു വലിയ വിഷയമാണ്. തിങ്ങിപ്പാർക്കുന്ന ജനസമൂഹമുള്ള സ്ഥലമാണ്. അപ്പൊ അവരുടെ വീടുകളുടെ ഇടയിലൂടെ അടുക്കളയിൽ കൊണ്ടുപോയി മഞ്ഞക്കുറ്റി സ്ഥാപിക്കുക, അതൊരു കടന്നുകയറ്റമായിരുന്നു. ഒരു പൗരന്റെ മേലുള്ള സ്റ്റേറ്റിന്റെ ഒരു കടന്നാക്രമണം, ടെററിസ്റ്റ് ആക്ടിവിറ്റി ആയിരുന്നു ഈ മഞ്ഞക്കുറ്റിയിടിയിലും കേരളയിലുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ഉള്ള പരിപാടി. ഒന്ന് ആലോചിച്ചു, 65 കോടി റുപ്യാണ് അതിനുവേണ്ടി ചെലവഴിച്ചെന്ന് ആലോചിക്കുമ്പോഴാണ് അതിന്റെ പിന്നെ ഈ ഒരു സംഭവത്തിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവും. അത് വെറുതെ പാഴായിപ്പോയി. അപ്പൊ ഇനി നമുക്ക് ആവശ്യമായിട്ട് വേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഈ ശ്രീധരൻ ഒരു പദ്ധതി കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് കേൾക്കുന്ന സമയത്ത് അപ്പൊ അദ്ദേഹം മറ്റ് പല കാര്യങ്ങളൊക്കെ ഈ പാരിസ്ഥിതിക വിഷയങ്ങളെ കണക്കിലെടുത്തിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ഗവൺമെന്റ് ചെയ്യേണ്ടത് ഈ ശ്രീധരനെ പോലുള്ള വ്യക്തികളുടെ ഒരു ആശയവിനിമയം നടത്തി അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടൈസും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് കേരളത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു പദ്ധതി ആവശ്യമാണെന്ന് വയ്ക്കാം. അതിനുപരിയായിട്ട് നമുക്ക് നിലവിലുള്ള സംവിധാനത്തെ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാവുന്ന ആലോചിക്കണം. ഇപ്പം വന്ദേ ഭാരത് 7.5 മണിക്കൂർ കൊണ്ട് ഓടി കാസർഗോഡ് എത്തുന്നുണ്ട്. അത് വലിയ കാര്യമല്ലേ? അപ്പൊ നിലവിലുള്ള സംഗതികളെ എത്രമാത്രം പരമാവധി അതിന്റെ സാധ്യത ചൂഷണം ചെയ്യാം, അത് ഉപയോഗിക്കണം. അതോടൊപ്പം തന്നെ അതേപോലെ തന്നെ അതേ കാഴ്ചപ്പാട് ഉപയോഗിച്ച് തന്നെ നിലവിലുള്ള റെയിൽവേ ലൈനിന് സമാന്തരമായിട്ടോ അതുപോലെ മറ്റു പല രീതിയിൽ, അങ്ങനെയാണല്ലോ സർഗാത്മകമായ ആശയങ്ങൾ ഉരുത്തിരിയുന്നത്. അങ്ങനെയാണ്. അങ്ങനെ ഒരു പദ്ധതിയാണ് കേരളത്തിന് ആവശ്യം. പിന്നെ 2, ഈ ഗവൺമെന്റിന്റെ ഇതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള അത്യാഗ്രഹം കാണിച്ചതെന്ന് വെച്ചാൽ അതിന്റെ പിന്നില് ഒരു സംശയവും വേണ്ട, റിയൽ എസ്റ്റേറ്റ് ലോബി തന്നെയായിരുന്നു. അത് ചെറിയ കോടികളുടെ ഒന്നുമല്ല. ഇപ്പൊ എല്ലാ ഡീലുകളും എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ മന്ത്രിമാരോ അങ്ങനെ ആരും വലിയ ഈ ഉദ്യോഗസ്ഥന്മാര് മാത്രമേ നമ്മുടെ നാട്ടില് കൈക്കൂലി വാങ്ങിക്കത്തുള്ളൂ. ബാക്കിയുള്ള ഡീലുകളെല്ലാം ഇപ്പൊ ദുബായ് ബേസ്ഡ് ആയിരുന്നു. ഇപ്പൊ യുദ്ധമായതുകൊണ്ടൊരു ഗ്യാപ്പ് വന്നിരിക്കുകയാണ്. അതല്ലെങ്കിൽ സകല ഡീലുകളും ദുബായിയാണ്. അപ്പൊ നാട്ടിൽ തെളിവുകളൊന്നും ഉണ്ടാവത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചങ്ങാത്തങ്ങളും മറ്റു പല സംഗതികളും ദുബായിൽ കൊണ്ട് സേഫായിട്ട് എത്ര നിക്ഷേപം വേണമെങ്കിലും ഇറക്കാനുള്ള സംവിധാനങ്ങളും, അതല്ലെങ്കിൽ തന്നെ ഇവിടെയുള്ള വ്യാപാരികൾ തന്നെ വലിയ സുപ്രഭാതത്തിലാണല്ലോ കോടീശ്വരന്മാർ രംഗപ്രവേശം ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ നമ്മുടെ ജനങ്ങളുടെ കാശ് കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്ന ചില കേന്ദ്രങ്ങളാണ് നമ്മൾ ഈ കാണുന്ന ചില ഗൾഫ് ഈ അതിസമ്പന്നൻ എന്നൊക്കെ പറയുന്നത്. അപ്പോ ഇങ്ങനെ ഒരു റിയൽ എസ്റ്റേറ്റ് ഉദ്ദേശം അതിന്റെ പിന്നിലുണ്ടായിരുന്നു. അതായത് ഇതിന്റെ ഓരോ സ്റ്റേഷനുകൾ ഉണ്ടാവുന്ന സ്ഥലത്തിന്റെ പരിസരത്ത് കുറഞ്ഞ വിലയിൽ സ്ഥലങ്ങൾ വാങ്ങിയിടുക, എന്നിട്ട് അവിടെ കോംപ്ലക്സുകൾ പണിയുക, അതല്ലെങ്കിൽ അത് മറിച്ച് തൽപരകക്ഷികൾക്ക് വിൽക്കുക. അതൊക്കെ എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് കോടി റുപ്യയുടെ ബിസിനസ്സാണ് നടക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് താല്പര്യം തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. പിന്നെ 65,000 കോടി രൂപയാണ് ഇതിന്റെ എസ്റ്റിമേറ്റ്. അത് തീർന്നു വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ 2 ലക്ഷം കോടിയൊക്കെ ആയിരുന്നിരിക്കും. അപ്പൊ ഏത് പരിപാടിയാണെങ്കിലും ഈ കമ്മീഷൻ എന്ന് പറയുന്നൊരു സംഗതി ഇതിനകത്തുണ്ട്. അപ്പൊ ഒരു 15% കമ്മീഷൻ ആലോചിച്ച് നോക്കുക. അപ്പൊ എത്ര ആയിരം കോടി ആയിരിക്കും അതിന്റെ കമ്മീഷൻ എന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തേൻകുടങ്ങൾ ഈ കേരയിൽ പദ്ധതിക്കകത്തുണ്ടായിരുന്നു. ആ തേൻകുടങ്ങളാണ് ഈ ഈച്ചകളെ പോലെ ഈ കഴിഞ്ഞ ഗവൺമെന്റിന് അതിന്റെ പിന്നാലെ പായിച്ചത്. അപ്പൊ അത്
എന്തായാലും ഇപ്പം ജനങ്ങള് വളരെ, കാരണം ജനങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. അവരുടെ അടുക്കളയിൽ കയറി കുറ്റിയിട്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ അവരുടെ ജീവിതം, നമ്മുടെ എല്ലാം ഈ പറഞ്ഞ സാധാരണക്കാരാണ്. ഇപ്പൊ ഈ നമ്മുടെ കേരള സമൂഹത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഒരു കല്യാണം നടത്തണമെന്നുണ്ടെങ്കിലും ഒരു കല്യാണത്തിന് ഇപ്പൊ കോവിഡ് സമയത്തുള്ള കല്യാണത്തിന്റെ രീതിയാണെങ്കിൽ അതിന്റെ ആവശ്യമുള്ളൂ. പക്ഷെ മനുഷ്യരല്ലേ, മനുഷ്യർക്ക് അവരുടേതായ സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ട് സമൂഹത്തില്. അപ്പൊ ഒരു കല്യാണം നടത്തണമെങ്കിൽ ഇതിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു സ്ഥലം കൊണ്ട് പണയം വെക്കണമെന്ന് വെച്ചാൽ നിവൃത്തിയില്ല. ഒരു കുട്ടിക്ക് വിദേശത്ത് പഠിക്കാൻ. സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കേരയിൽ വിരുദ്ധ സമരങ്ങൾ അത് നമ്മുടെ ഓർമ്മയിലുണ്ട്, പലയിടത്തും ജനകീയ സമരങ്ങളാണ്. പക്ഷെ അതിന്റെ ഇടയിൽ ചിലരൊക്കെ കടന്നു കയറി ഒരു വിസിബിലിറ്റി ഉണ്ടാക്കി എടുത്തോ എന്നൊരു സംശയമുണ്ട്. പ്രത്യേകിച്ച് പരിസ്ഥിതി ഭീകരവാദികൾ എന്നൊക്കെ നമ്മൾ പരക്കെ ആക്ഷേപിക്കുന്ന ചിലർ, അവർ ഈ അവസരം വലിയ രീതിയിൽ മുതലാക്കുകയും അത് വലിയ രീതിയിലുള്ള ജനപിന്തുണ ആർജിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം പ്രബലമല്ലേ? അത് നമ്മുടെ കേരളത്തിൽ വലിയ വിഷയമാണ്. ഈ പരിസ്ഥിതി സ്നേഹികൾ എന്ന് പറയുന്ന സംഗതി, അത് സത്യം പറഞ്ഞാൽ വേറൊരു വലിയ വിഷയമാണ് അത് ചർച്ച ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഇന്ന് ഈ പരിസ്ഥിതി വിഷയങ്ങളിൽ ഏർപ്പെടുന്നതിൽ ഒരു 5% താഴെ ആൾക്കാർ മാത്രമേ ഉള്ളൂ ജെന്യുവിനായിട്ടുള്ള ആൾക്കാർ. ബാക്കി എല്ലാം ഈ പറഞ്ഞതുപോലെ എടുത്തു നോക്കി അറിയാം. ഇപ്പൊ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് കുറച്ച് കുറവുണ്ട്. അതിനു മുമ്പ് NGOകളുടെ ബഹളം വരുന്നുണ്ട്. ഈ എല്ലാ NGOകളും ഫണ്ടഡ് NGOs ആയിരുന്നു. ഒരു സംശയം വേണ്ട കാര്യത്തിൽ എനിക്ക് നേരിട്ട് അറിയാവുന്ന ധാരാളം കേസുകളുണ്ട്. അപ്പൊ നമ്മളെടുത്തൊക്കെ പണ്ട് ഓരോരോ NGOകളും ഒന്ന് സമീപിച്ചിട്ടുണ്ട്. അതായത് ചില പരിപാടികൾ നടത്തിയിട്ട് പത്രത്തിൽ പണം കൊടുക്കുക, എന്നിട്ട് ആ പടം അയച്ചെന്നാൽ നിങ്ങൾക്ക് ഇത്ര ഇത് കിട്ടും. അങ്ങനെ ഒരുപാട് NGOs കേരളത്തിൽ ഇഷ്ടം പോലെ. അത് വളരെ രസകരമാണ്. അവർ മുമ്പോട്ട് വയ്ക്കുന്ന ആശയങ്ങള് അതിഗംഭീരമായിരിക്കും, ആർക്കും തിരസ്കരിക്കാൻ പറ്റത്തില്ല. അതായത് നോ ഹോൺ ഡേ എനിക്കറിയാവുന്ന ഒരു സംഗതിയാണ്, നേരിട്ട് അറിയാവുന്ന സാധനം. അവരെങ്ങനെയാണ് കാശ് ഉണ്ടാക്കുക എന്നുള്ള സാധനം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടൊക്കെ ഹ്യൂജ് കോടികൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ്? വാഹനങ്ങള് ഹോൺ അടിക്കരുത്. അപ്പൊ ഉടനെ തന്നെ ഒന്ന് രണ്ട് മാധ്യമങ്ങളിലെ ചാനലൊക്കെ ഉള്ള സ്ഥിതിക്ക് വന്നിട്ട് ഈ ഹോൺ അടിക്കാതെ പോകേണ്ടതിന്റെ ആവശ്യം, ഇത്ര ഡെസിബലിൽ കൂടുതൽ ശബ്ദം വന്നു കഴിഞ്ഞാൽ കാതുകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നം, കുട്ടികളിൽ ഉണ്ടാവുന്ന ബധിരത, അതേപോലെ തന്നെ പ്രായമായവരിൽ ഇത്ര കഴിയുമ്പോൾ ഉണ്ടാവുന്ന സംഗതികള്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഹോൺ അടിക്കാതെ ഓടിക്കുന്നതിന്റെ വളരെ വ്യത്യസ്തമായ ഒരു കഥ അവതരിപ്പിക്കുകയും അതല്ലെങ്കിൽ ഒരു ചിത്രം അവതരിപ്പിക്കുകയും ശാസ്ത്രീയത അവതരിപ്പിക്കുകയും, എന്നിട്ട് നമ്മൾ ഈ മാധ്യമ പ്രവർത്തകർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേട്ട് കഴിയുമ്പോൾ നോക്കുമോ ഇത് വലിയ മഹത്തായ സംഭവമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ ഇതുവരെ ഹോൺ അടിക്കാതെ ഒരു കാർ ഓടിച്ച ഒരു വ്യക്തിയെ കണ്ടുപിടിച്ചിട്ട് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നു. അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല, ഇതാണ് ശീലിക്കേണ്ടത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മനുഷ്യ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് മസിൽ വെപ്പിക്കുന്നത് പോലെയാണ് ഏർപ്പാട്. അപ്പൊ ഇപ്പൊ നമ്മളെ ഇവിടെ നാട്ടിൻപുറത്താണെങ്കിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ടേണിംഗിൽ ചോദിക്കും നിനക്ക് ഹോൺ അടിക്കാൻ പാടില്ല എന്ന് ചോദിക്കും. കാര്യം നമ്മൾ ഇവിടുത്തെ റോഡുകളും സംവിധാനങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ വിദേശ രാജ്യത്തെ കണക്കിങ്ങനെ പ്ലാൻഡ് ആയിട്ടുള്ള സംഗതികളൊന്നും അല്ല. ഇവിടെ ഹോൺ അടിക്കുകയും ചില സന്ദർഭങ്ങളിൽ ഹോൺ ആവശ്യമായിട്ടും വരും. ഹോൺ പകുതി ഒരു ബ്രേക്ക് പോലെ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മാറ്റാതെ നോ ഹോൺ പോളിസി കൊണ്ട് നടക്കത്തില്ല. അപ്പൊ ഇത്തരം NGOs എന്നൊക്കെ പറഞ്ഞാൽ ലാക്സ് ആൻഡ് ലാക്സ്, ക്രോർസ് ആൻഡ് ക്രോർസ് റുപ്പീസ് ആണ് അവർക്ക് കിട്ടുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സമൂഹത്തിന്റെ ശ്രദ്ധയെ തിരിച്ചുവിടാനും ഒക്കെയുള്ള പരിപാടികളാണ്. ഇതിന്റെ പിന്നിലെ അജണ്ടയുണ്ട്, അത് വലിയ വിഷയമാണ്. അതിപ്പോ നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക അവരുടെ വിപണിയെ വ്യാപിപ്പിക്കാൻ വേണ്ടി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. അപ്പൊ അതിവിടെ അതിന്റെ ഏറ്റവും വലിയ പ്രചാരകര് ബുദ്ധിജീവികള്, സാംസ്കാരിക നായര്, അതോടൊപ്പം തന്നെ പരിസ്ഥിതി പ്രവർത്തകര്, ഹ്യൂമൻ റൈറ്റ്സുകാര്, ഇതെല്ലാം നമ്മൾ മുമ്പോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ ആ നിഷേധിക്കാൻ പറ്റാത്ത അവസ്ഥയെ മുതലെടുത്തുകൊണ്ടാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ധാരാളം NGOമാരും അവർ പരിസ്ഥിതി കപടവാദികളും ഉണ്ട്. എന്ത് പ്രശ്നം വന്നാലും നേരെ കയറി റോഡിൽ കിടക്കുക, ഞങ്ങൾ എന്ത് വന്നാലും സമ്മതിക്കില്ല. പരിസ്ഥിതി ഈ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ മരം വെട്ടാണെന്നുള്ള ലെവലിലേക്ക് ആദ്യം മാറ്റിക്കളഞ്ഞിരുന്നു. അത് ഏറ്റവും വലിയ അപകടമാണ്. മരം വെട്ടെന്നൊക്കെ പറയുന്നത് നമുക്കൊരു മരം വേണമെങ്കിൽ 30 വർഷം കൊണ്ട് ഒരു സ്ഥലത്തിന് വലിയ വനം ഉണ്ടാക്കാം. അതിനേക്കാൾ വലിയ ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റാത്ത പാരിസ്ഥിതികമായ വിഷയങ്ങളുണ്ട്. അപ്പൊ അതിലേക്ക് ശ്രദ്ധ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പരിസ്ഥിതി ഈക്വൽ ടു മരം എന്നുള്ള സംഗതി കൊണ്ടുവന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ അജണ്ടകളുണ്ട്, അതിന്റെയൊക്കെ പിന്നിൽ ഒരുപാട് കള്ളനാണയങ്ങളുണ്ട്. അപ്പൊ ആ കള്ളനാണയങ്ങൾ ഇത്തരം സ്ഥലങ്ങളിൽ കയറി വന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഉദാഹരണത്തിന് കൂടംകുളത്ത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. അതായത് ഈ NGOs ആണ് അവിടെ കിടക്കുന്ന അവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്.
അല്ലെ? അതെ. ഇന്നിപ്പോ നമുക്ക് ബോധ്യമായില്ലേ? നമ്മളെല്ലാരും, ഞങ്ങൾ ഉൾപ്പെടെ, ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികള്, കാര്യം ഞാനൊക്കെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സമയത്താണ് കുടംകുളത്തിന്റെ ഇത് വരുന്നത്. അപ്പൊ അവിടെയുള്ള ചില കോളേജ് പ്രൊഫസർമാര്, അതേപോലെ തന്നെ വളരെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് നമ്മളെ നേരിട്ട് കണ്ടിട്ട്, അപ്പോ നമ്മുടെ ഉള്ളിൽ കുറച്ച് കഴിഞ്ഞപ്പോ ഇത് കേട്ടപ്പോ തോന്നുകയാണ് എത്രയും പെട്ടെന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് രക്ഷപ്പെടണമല്ലോ എന്ന്. കാര്യം കുടംകുളത്ത് അണുസ്ഫോടനം ഉണ്ടായി കഴിഞ്ഞാൽ തിരുവനന്തപുരത്താണ് ആദ്യം അടിക്കുക എന്നാ പറയുന്നത്. അല്ല, നമ്മളത് ഇത് പറയുമ്പോ ഭൂമിക്കടിയിലെ വാതക ബോംബിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു മുമ്പ്. അപ്പൊ ഇത് അല്ല അല്ല ഞാൻ ഉം. ഞാൻ എന്റെ നേരിട്ട അനുഭവമായി പറയണത്. അതെ, അതെ. അന്ന് വളരെ വിശ്വസ്തരായിട്ടുള്ള ഇപ്പോഴും പ്രസിദ്ധരായിട്ട് നിൽക്കുന്ന ശാസ്ത്ര ബോധം അതിന്റെ മുകളിൽ വളരെ ഔന്നത്യം പുലർത്തുന്ന വ്യക്തികളെന്ന് കരുതപ്പെടുന്ന ചില വ്യക്തികള്, എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസർമാരൊക്കെയാണ് നമ്മൾ വന്ന് ഇത് ബ്രീഫ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മളെന്താ പറഞ്ഞാൽ അതിനകത്തൊന്നും വിദഗ്ധരല്ലല്ലോ. അതെ. അപ്പൊ ഇതിനകത്ത് പറയുന്ന ഒരു സാമാന്യ ബുദ്ധിക്ക് ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവർ പറയുക. അപ്പൊ നമ്മൾ ആലോചിച്ചപ്പോ ചെർണോബിൽ ആണവ ദുരന്തം നമ്മളുടെ മുമ്പിലുണ്ട്, ചെർണോബിൽ ദുരന്തം. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പറയുന്ന സംഗതി. അതേപോലെ തന്നെ ഹിരോഷിമയും നാഗസാക്കിയും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഇത് രണ്ടും പറഞ്ഞിട്ട് തിരുവനന്തപുരം ഇതുപോലെ ആകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, നമ്മൾ കുട്ടികളായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ കുട്ടികളെങ്കിലും ഓർത്തുകൊണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് ഓടാൻ തോന്നും. അല്ല, ആ രീതിയിലാണ് അന്ന് തിരുവനന്തപുരത്തൊക്കെ വന്ന് പറഞ്ഞു. ഇന്നിപ്പോ കുടംകുളം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യം വലിയ ലോഡ് ഷെഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും വലിയൊരു ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഇല്ലാതൊക്കെ പോകുന്നത്. അപ്പോ അത് ലോകം മുഴുവൻ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കള്ളനാണയങ്ങൾ കയറിയിട്ടുണ്ട്. അത് ഇതിനകത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ശരി, നമ്മള് വിഷയത്തിൽ നിന്ന് വല്ലാണ്ട് തെന്നി മാറി. ഇനി നമ്മള് കേരളയിലെ ഒരു കാര്യം കൂടി ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ റെയിൽവേ മന്ത്രാലയം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇപ്പോഴുള്ള റെയിൽവേ ലൈന് സമാന്തരമായി അതിവേഗ റെയിൽവേ ലൈൻ അവർ പദ്ധതി ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വന്ദേ ഭാരത് പോലുള്ള ഹൈസ്പീഡ് റെയിൽ സർവീസുകൾ കൂടുതൽ കേരളത്തിലേക്ക് വരുമെന്ന് പറയുന്നു. അങ്ങനെ ഒരു കേന്ദ്ര സർക്കാർ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ കേരളത്തിന് സ്വന്തമായ ഒരു ഹൈസ്പീഡ് റെയിൽ പ്രൊജക്ട് അതിന് സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇനി അത് ആവശ്യമുണ്ടോ? അല്ല, അത് സ്റ്റഡി ചെയ്യണം. നമ്മളിപ്പോ കേന്ദ്രം ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയും വലിയൊരു മുതൽ മുടക്കിൽ അതിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ നമ്മൾ വളരെ വളരെ വിദഗ്ധരടങ്ങുന്ന സംഘം പഠനം നടത്തിയിട്ട് കണ്ടെത്തണം. അതല്ലെങ്കിൽ നിലവിലുള്ള റെയിൽവേ ഡെവലപ്മെന്റ് ആണോ വേണ്ടത്, ഇതിലേതാണ് മെച്ചം എന്നുള്ളത് മാത്രമല്ല, ഈ റെയിൽവേ ലൈൻ അഡീഷണൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം പോലൊരു പ്രദേശത്ത് വളരെ ആലോചനീയം നടത്തേണ്ട സംഗതിയാണ്. അത്രയ്ക്ക് ഈ പരിസ്ഥിതി പിന്നെ സെൻസിറ്റിവിറ്റി കൂടിയ സ്ഥലമാണ്. ഞാൻ ലോലം എന്നുള്ള വാക്ക് മനഃപൂർവ്വം ഉപേക്ഷിക്കുകയാണ്. പരിസ്ഥിതി ലോലമല്ല, ആ പരിസ്ഥിതി സൂക്ഷ്മമായ സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് അത് പഠനം നടത്തിയിട്ട് ഉപയോഗിക്കേണ്ടതാണ്. നമുക്ക് ഒറ്റയടിക്ക് ഇപ്പൊ എനിക്കോ പ്രേംലാലിനോ പറയാൻ പറ്റത്തില്ല നമുക്കൊരു ഇതെണ്ണം വേണം. എങ്ങനെയാ പറയാൻ പറ്റുക? അപ്പോ നമ്മൾ ഇവിടെ നിന്നുള്ള യാത്രയുടെ ആവശ്യം, അതേസമയത്ത് യാത്രാ സൗകര്യം എന്നുള്ളത് അടിയന്തരമായ ആവശ്യമാണ്. അത് നമുക്ക് 25 വർഷം കഴിയുമ്പോഴത്തേക്ക് എത്രമാത്രം ഇത് വേണ്ടി വരും, നമുക്കിനി യാത്രകൾ എങ്ങനെ കുറയ്ക്കാൻ പറ്റും, അത് നോക്കണ്ടേ? ഇപ്പൊ ഒട്ടേറെ ജോലികൾ നമുക്ക് ഇപ്പൊ അവിടെയൊക്കെയാണ് പുതിയ കൾച്ചർ വരേണ്ടത്. ഇപ്പൊ ഈ എയിംസിന് വേറെ ഞാൻ എപ്പോഴും അഡ്വക്കേറ്റ് ചെയ്യുന്നത്, ഓരോ ജില്ലകളിലും അതിഗംഭീരമായ സ്റ്റേഡിയങ്ങളും അതിനോടനുബന്ധമായിട്ട് കൾച്ചറൽ സെന്ററും വർക്ക് സ്റ്റേഷൻസും ഉണ്ടാക്കണം. അപ്പൊ അവിടെ നിന്നുകൊണ്ട് ഈ വർക്ക് സ്റ്റേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് ജോലികൾ യാത്ര ചെയ്ത് ഓഫീസിൽ പോകാതെ ചെയ്യാവുന്ന ജോലികളുണ്ടാവും. ഇപ്പൊ തന്നെ നമ്മുടെ IT രംഗം മുഴുവൻ അങ്ങനെയല്ലേ വർക്ക് ചെയ്യുന്നത്. ഈ അമേരിക്കക്കാരാണെന്ന് ഉറങ്ങുമ്പോൾ നമ്മൾ ഉണർന്നിരുന്ന് അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. അപ്പൊ എന്ന് പറയുന്ന പോലെ ഈ യാത്രകളുടെ കുറയ്ക്കാവുന്ന ഏരിയകൾ കണ്ടെത്തി അത് യാത്ര കുറയ്ക്കാനുള്ള സംഗതികൾ, പിന്നെ ടെക്നോളജിയെ മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഉദാഹരണത്തിന് ഇപ്പൊ കാസർഗോഡ് നിന്ന് സെക്രട്ടേറിയറ്റിൽ ഒരു ഫയൽ നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്താ അതിന്റെ ആവശ്യം? ഒരാവശ്യമില്ല. കാര്യം അഡീഷണൽ സെക്രട്ടറി വരെ, എനിക്കൊന്ന് ഡെപ്യൂട്ടി സെക്രട്ടറി വരെ യാതൊരു സ്റ്റാഫിന്റെ ആവശ്യമില്ലാതെ ഇന്ന് ജോലി അതിമനോഹരമായിട്ട് വൃത്തിയായിട്ട് താമസമില്ലാതെ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഒരു ഡിസ്ക്രിഷണറി പവർ ഉപയോഗിച്ചിട്ട് മനുഷ്യത്വവും ബുദ്ധിയും ഉപയോഗിച്ച് പ്രവർത്തിക്കേണ്ട ചില ഉദ്യോഗസ്ഥരുണ്ടോ, മേഖലകളുണ്ടോ? അവിടെ നമ്മൾ ടെക്നോളജിയുടെ സഹായം മാത്രം ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ പെൻഡിങ് ഫയൽസ് എത്രയുണ്ട് അത് നമുക്കറിയാൻ പറ്റും. വളരെ മനോഹരമായിട്ട് ഒരു പെൻഡിങ് ഫയലും ഇല്ലാതെ തന്നെ ഈ ടെക്നോളജി നമുക്ക് ഇന്നത്തെ ഇപ്പൊ ഉദാഹരണത്തിന് ഏജന്റിക് AI കാലഘട്ടമാണ്. അപ്പം ഈ സെക്രട്ടേറിയറ്റിലെ എംപ്ലോയീസിനെ മറ്റു പല മേഖലകളിലേക്കും ക്രിയാത്മകമായിട്ട്, ഉദാഹരണത്തിന് ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വിന്യസിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ സെക്രട്ടേറിയറ്റിനെ ഡിജിറ്റൈസ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കാസർഗോഡ് നിന്ന്
ഒരു ഫയൽ ശരിയാക്കാൻ വേണ്ടിയുള്ള യാത്ര ഒഴിവാകും. അപ്പൊ പിന്നെ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഈ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അപ്പോഴും നമുക്ക് യാത്ര ആവശ്യമാണ്, യാത്രയില്ലാതെ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ കണക്കിലെടുത്തൊരു പഠനം നടത്തിയിട്ട് നമുക്ക് ഏത് രീതിയിലുള്ള യാത്രയാണ് ആവശ്യം, അത് ഈ പറഞ്ഞ 10, 25, 30, 50 കൊല്ലം വേണമെങ്കിൽ വേണം, 25 കൊല്ലം തൽക്കാലം മുമ്പിൽ കണ്ടുകൊണ്ടൊരു സംഗതി ഉണ്ടാക്കുക. അത് ചെയ്യുമ്പോഴാണ് അത് ശാസ്ത്രീയമായിട്ട് വരിക, ജനങ്ങൾക്ക് ഉപകാരപ്രദമായി വരിക, ജനങ്ങൾ അത് സ്വീകരിക്കുകയും ചെയ്യും. ഈ പറഞ്ഞതുപോലെ അവരെ വലിയ ബുദ്ധിമുട്ടിക്കാതെ ഒഴിപ്പിക്കണമെങ്കിൽ ഒഴിപ്പിക്കുകയും ചെയ്യാം, എല്ലാം സാധ്യമാകും. അവിടെ എല്ലാം ഈ ഫോക്കസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് നമ്മൾ നടത്തിയിട്ടാണ് അത് നമ്മൾ നിശ്ചയിക്കേണ്ടത്. ശരി, നന്ദി.